എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ മെജോഷ്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴവും കോഴിമുട്ടയും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ 4 മണിക്ക് കുട്ടികൾക്ക് നേന്ത്രപ്പഴം ഇപ്പോൾ പച്ചയ്ക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ മടിയാവും. അവർക്കൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുള്ള നേന്ത്രപ്പഴം ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിന് ഒന്ന് മാറ്റി കൊടുക്കാം. അതിന് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുഞ്ഞു ക്യൂബുകളായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ നേന്ത്രപ്പഴവും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ സ്റ്റൗമ്മ് മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യൊന്ന് മെൽറ്റായി വരുന്ന നേരത്തെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിസ്മിസിൻ്റെ കൂടെ തന്നെ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം കയ്യിൽ വെച്ചൊന്ന് ഇളക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ കിസ്മിസും ബോൾ പോലെ ആകുമ്പോൾ നമ്മുടെ കിസ്മിസ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ ആ ഒരു റോ ടേസ്റ്റ് മാറിയിട്ട് ഒന്ന് ചെറുതായി നെയ്യിൽ വാടി വന്നിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ വേണം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ 1-1.5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു വലിയ നേന്ത്രപ്പഴമായ കാരണം അതിനുശേഷം കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയും ഏലക്കായും കൂടിയിട്ട് പൊടിച്ച പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി ആ ഷുഗർ ഒക്കെ ഒന്ന് മെൽറ്റായതിന് ശേഷം ആ ഒരു ചെറിയൊരു ജ്യൂസി പോലെ വരുന്നതൊക്കെ പഴത്തിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് പഴത്തിലേക്ക് ഒരു മധുരം കൂടിയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ട, അപ്പോൾ ഒരു വലിയ കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അത് നിങ്ങളിപ്പോൾ ചെറിയ കോഴിമുട്ടയ്ക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 എണ്ണം വരെ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ച് ഇളക്കി നന്നായിട്ട് ആ കോഴിമുട്ടയൊന്ന് മുരിഞ്ഞു വരണം. അതുപോലെ തന്നെ ബനാന ഒന്നും കൂടി വാടി വരണം. അപ്പോൾ കുറച്ച് പഴുത്ത പഴം എടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. 5 മിനിറ്റും കൂടി നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. Thanks for watching. Bye.